കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ സപ്തദശോऽധ്യായ. ഉദ്ധവ ഉവാച യസ്ത്വയാ വിഹിതാ പൂർവം ധർമ്മസ്ത്വദ്ഭക്തിലക്ഷണ വർണ്ണാശ്രമാചാരവതാം സർവേഷാം ദ്വിപദാമപി യദാനുഷ്ഠീയമാനേന ത്വയി ഭക്തിർനൃണാം ഭവേത് സ്വധർമ്മേണാരവിന്ദാക്ഷ തസ്സമാഖ്യാതുമർഹസി. പുരാ കില മഹാബാഹോ ധർമ്മം പരമകം പ്രഭോ യത്തേന ഹംസരൂപേണ ബ്രഹ്മണേ വ്യർത്ഥമാധവ സ ഇദാനിം സുമഹതാം കാലേന മിത്രകർശന ന പ്രായോ ഭവിതാമർത്യ ലോകേ പ്രാഗാനുശാസിത ഭക്ത കർത്താവിദ നാന്യോ ധർമ്മസ്യാച്യുതദേ ഭുവി സഭായാമപി വൈരിഞ്ച്യം യത്ര മൂർത്തിതരക്കല കർത്താവിത്ര പ്രവക്ത ച ഭവതാ മധുസൂദന ത്യക്തേ മഹീതലേ ദേവ വിനഷ്ടം ക പ്രവക്ഷ്യതി തത്വം ന സർവധർമ്മജ്ഞ ധർമ്മസ്ത്വദ്ഭക്തിലക്ഷണ യഥാ യസ്യ വിധീയേത തഥാ വർണ്ണയ മേ പ്രഭോ. ശ്രീശുക ഉവാച ഇദം സ്വഭൃത്യമുഖ്യേന പൃഷ്ടസ ഭഗവാൻ ഹരി പ്രീതക്ഷേമായ മർത്യാനാം ധർമ്മനാഹ സനാതനൻ. ശ്രീഭഗവാനുവാച ധർമ്മ്യ ഏഷ തവ പ്രശ്നോ നൈസയ്യസ്സകരോ നൃണാം വർണ്ണാശ്രമാചാരവതാം തമുദ്ധവ നിബോധമേ. ആദൗ കൃതയുഗേ വർണ്ണോ നൃണാം ഹംസ ഇതി സ്മൃത കൃതകൃത്യ പ്രജാത്യ തസ്മാത് കൃതയുഗം വിദും വേദപ്രണവ ഏവാഗ്രേ ധർമ്മോഹം വൃഷരൂപധൃക് ഉപാസതേ തപോനിഷ്ഠ ഹംസം മാം മുക്തകിൽബിഷം പ്രേതാമുഖേ മഹാഭാഗ പ്രാണാന്മേ ഹൃദയത്യൈ വിദ്യാപ്രാദുരഭൂതസ്യ അഹമാസം തിവൃന്മക വിപ്രക്ഷത്രിയവിക്ഷൂത്ര മുഖബാഹുരുപാത ച വൈരാജത് പുരുഷാജാത യ ആത്മാചാരലക്ഷണ വിഹാസമോ ജഗന്നാഥോ ബ്രഹ്മചര്യം ഹൃദോ മമ പക്ഷസ്നാനാത്മനേ വാസോ ന്യാസാം ശീർഷണി സംസ്ഥിത വർണ്ണനാമശ്രമാണം ച ജന്മഭൂമ്യാനുസാരിണി ആസാൻ പ്രകൃതയോ നൃണം നീജോത്തമോത്തമ ശമോദമസ്തപശൗചം സന്തോക്ഷ ക്ഷാന്തിരാർജവം മദ്ഭക്തിശ്ചതയ സത്യം ബ്രഹ്മ പ്രകൃതയസ്ത്വിമ തേജോബലം ത്രിദിശൗര്യം തിദിക്ഷൗദാര്യമുദ്യമം സ്ഥൈര്യം ബ്രഹ്മണ്യദൈശ്വര്യം ക്ഷത്രപ്രകൃതയസ്ത്വിമ ആസ്തിക്യം ദാനിഷ്ഠാ ച അദംബോ ബ്രഹ്മസേവനം ആദുഷ്ടിരർത്ഥോപജയൈർ വൈശാ പ്രകൃതയസ്ത്വിമ ശുശ്രൂഷണം ത്രിജഗവാം ദേവാനം ചാപ്യമായയാം തത്ര ലബ്ധേന സന്തോഷ ശൂദപ്രകൃതയസ്ത്വിമ അശൗചമനദം സ്ഥേയം നാസ്തിക്യം ശുഷ്കവിഗ്രഹം കാമക്രോധശ്ച സ്വഭാവോ ദേവസായിനം അഹിംസാ സത്യമസ്തേയ കാമക്രോധലോഭത ഭൂതപ്രിയഹിദേഹാ ച ധർമ്മോയം സാർവവർണിക ദ്വിതീയം പ്രാപ്യാണുപൂർവ്യ ജന്മോപനയനം ദ്വിജ വസൻ ഗുരുകുലേ ദാന്തോ ബ്രഹ്മധീരചാഹുത മേഖല ജിനദണ്ഡാക്ഷ ബ്രഹ്മസൂത്രകമണ്ഡലുൻ ജഡിലോ ദൗതദ്വാസോ രക്തപീഡകുശാന്തത സ്നാനഭോജനഹോമേഷു ജപോച്ചാരേ ച വാഗ്യതം ന ചിന്തന്നകരോ മാണി കക്ഷോപസ്തകധാന്യഭി ഏതോ നാവകിരേ ജാതു ബ്രഹ്മപ്രദതരസ്വയം അവകീർണേവഗഹ്യപ്സു യഥാ സുസ്തൃപതിം ജപേത് അജ്ഞാർക്കാചാര്യഗോ വിപ്ര ഗുരുവൃദ്ധസുരാശുചി സമാഹിത ഉപാസീത
സന്ധ്യേ ച യഥവാഗ്ജവാൻ ആചാര്യം മാം വിജാനീയ നവമന്യേത കർഹിജിൻ നമർത്യബുദ്ധ്യാസൂയേത സർവദേവമയോ ഗുരു സായം പ്രാതരുപാനീയ വൈക്ഷ്യം തസ്മൈ ന്യവേദയൻ ഇച്ഛാന്യം തപ്യനുജ്ഞാത ഉപയുഞ്ജീത സംയതം ശുശ്രൂഷമാണ ആചാര്യം തതോപാസീത നീജവത് യാനശയ്യാസനസ്ഥാനിർ നാദിദൂരേ കൃതാഞ്ജലി ഏവം വൃത്തോ ഗുരുകുലേ വസത് ഭോഗവിവർജിതം വിദ്യാസമാപ്യതേ യാവത് ബിഭ്രതമഖണ്ഡിതം യദ്യസൗ ഛന്ദസം ലോക പരോക്ഷ്യൻ ബ്രഹ്മവിഷ്ടവം ഗുരവേ വിന്യസേദ്ദേഹം സ്വാധ്യായാർത്ഥം ബൃഹദ്വൃതം അഗ്നൗ ഗുരവാത്മാനി ച സർവഭൂതേഷു മാംബരം അമൃതത്തിരുപാസീതം ബ്രഹ്മവർച്ചസ്വകൽമഷം സ്ത്രീണാം നിരീക്ഷണ സ്പർശ സന്തപക്ഷേളനാദികം പ്രാണിനോ മിഥുനീഭൂത ന ഗൃഹസ്ഥോ ഗൃതസ്ഥ്യജേ ശൗചമാചമനം സ്നാനം സന്ധ്യോപാസനമാർജവം തീർത്ഥസേവ ജപോസ്പൃശ്യ ഭക്ഷ്യ സംഭാക്ഷ്യവർജനം സർവാ സമപ്രയുക്തോയം നിയമാകുലനന്ദന മദ്ഭാവ സർവഭൂതേഷു മനോവാക്കായ സംയമ ഏവം ബൃഹത് വ്രതധരോ ബ്രാഹ്മണോ അഗ്നിരിവജ്വലൻ മദ്ഭക്തസ്ത്രീവദസ്മസാം ദഗ്ധ കർമ്മശയോമലം അഥാനന്തരമാപേക്ഷ്യൻ യഥാ ജിജ്ഞാസിതാഗമ ഗുരവേ ദക്ഷിണാം ദത്വാ സ്നായത് കുർവാനുമോദിത ഗൃഹം പനം പോപവിശേത് പ്രവേചേത് ദ്വിജോത്തമ ആസമാദശമം ഗച്ഛൻ നാന്യതം മത്പരശ്ചരേ ഹാർത്തി സദൃശി ഭാര്യമുദ്വ ഹേദാജുഗുപ്സിതാം ആവീയ സിന്ധു വയസാം താം സവർണമനുക്രമ വിദ്യാധ്യായ ദാനാനി സർവേഷാം ച തുജന്മനം പ്രതിഗ്രഹോദ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം പ്രതിഗ്രഹം മന്യമാനസ്തപസ്തേജോ യശോനുതം അന്യാഭ്യാമേവ ജീവേത ശീരൈർവാ ദോഷതൃക്തയോ ബ്രാഹ്മണസ്യ ഹി ദേഹോയം ശൂദ്രകാമായ ജനിഷ്യതേ കൃച്ഛായ തപസേ ചേഹ കൃത്യാനന്ദസുഖായ ച ശീലോഞ്ചവൃത്യ പരിദുഷ്ടചിത്തോ ധർമ്മം മഹാന്തം വിരജം ജുഷാണ മയ്യാർപ്പിതാത്മാ യഹ ഏവ ദുഷ്ടൻ നാദിപ്രസക്ത സമുപൈതി ശാന്തിം സമുദ്ധരന്തി യേ വിപ്രം സീദന്തം മത്പരായണം താനുദ്ധരിക്ഷേണചിര ദാപദ്ഭ്യോ നൗര്യവർണവത് സർവാ സമുത്തരേ രാജ പിദേവ വ്യസനാത് പ്രജ ആത്മനാത്മാത്മന ധീരോ യഥാ ഗജപതിർഗജൻ ഏവം വിദോ നരപതിർ വിമാനേനർക്കവർച്ചസ വിദൂയേഹ ശുഭം കൃഷ്ണ മിന്ദ്രേണ സഹമോദതേ സീതൻ വിപ്രോ വണിവൃത്യ പാണീരേവ പദം തരേത് ഖഡ്ഗേന വപദക്രാന്തോ നശ്വവൃത്യ കഥഞ്ചനം വൈശ്യാവൃത്യാതുരാജന്യോ ജീവേന്മൃഗീയപതി ചരദ്വാ വിപ്രരൂപേണ നശ്വവൃത്യ കഥഞ്ചന ശൂദ്രവൃത്തിം ഭജത് വൈശ്യം ശൂദ്രകാരുകടക്രിയം കൃച്ഛാൻമുക്തോ ന ഗൃഹ്യേണ വൃത്തിം ലിപ്സേത കർമ്മണം വേദാധ്യായ സ്വദാ സ്വാഹ ബല്യനാദ്യൈർ യഥോദയം ദേവർഷി പിതൃഭൂതാനി മദ്രൂപാണ്യന്വഹം യജത് യദച്ഛയോപപന്യേന ശുക്രേണോപർജിതേന വ ധനേന പീഡയൻ വൃത്യൻ ന്യായേനൈവാഹരത് ക്രതുൻ കുടുംബേഷു ന സജ്ജേത ന പ്രമാദ്യേത് കുടുംബഭി വിഭശ്ചിന്നശ്വരം പശ്യേ അദുഷ്ടാമപി ദുഷ്ടവത് പുത്രധാരാപ്തബന്ധൂനാം സംഗമ പാന്തസംഗമ അനുദേഹം വിയന്ത്യേത്തെ സ്വപ്നോ നിദ്രാനുഗോ യഥാം ഇത്തം പരിമൃഷാന്മുക്തോ ഗൃഹേഷ്വാതിഥിവത് വസൻ ന ഗൃഹൈരനുപത്യേത നിർമ്മമോ നിരഹങ്കൃത കർമ്മഭിർഗൃഹമൈതീയൈരിഷ്ട്വാ മാമേവ ഭക്തിമാൻ തിഷ്ഠേർവനം വോപവിശേത് പ്രജവാൻ വപരിവ്രജേത് യുഷ്ട്വസക്തമതൃംഗേഹേ പുത്രവിത്തൈക്ഷണാതുരം സ്ത്രൈണ കൃപണധീർമൂഢോ മമാഹമിതി പത്യതേ
അഹോ മേ പിതരോ വൃദ്ധൗ ഭാര്യ ബാലാത്മജം അനാഥ മാമൃതേ ദീനം കഥം ജീവന്തി ദുഃഖിതം ഏവം ഗൃഹാശയക്ഷിപ്ത ഹൃദയോ മൂഢധീരയം അതൃപ്താസ്തനനുദ്ധ്യായൻ മൃദോന്തം വിശദേതമ. ശ്രീകൃഷ്ണായ നമ. ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായം ഏകാദശസ്കന്ധേ സപ്തദശോധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ഗുരുഭ്യോ നമഃ. ഗംഗണപതേ നമഃ. സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലഗുരുവായ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും എല്ലാ ഭാഗവതാചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിലോട്ട് കിടക്കാം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 17-ാം അധ്യായം ആണ് വിഷയം. ഇവിടെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരുടെ ധർമ്മം സവിസ്തരം ഉദ്ധവരോട് കൃഷ്ണൻ വിവരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, ധാർമ്മികമായി ഉയരുന്നതനുസരിച്ച് ശൂദ്രന് ബ്രാഹ്മണ പദവിയിലെത്താമെന്ന് അസന്ദിഗ്ധമായിട്ട് കൃഷ്ണൻ ഉപദേശിക്കുന്നു. വർണ്ണാശ്രമധർമ്മങ്ങളെ വിധി പോലെ അനുഷ്ഠിക്കുകയാണെങ്കിൽ മനഃശുദ്ധി വന്ന് ദൃഢമായ ഭക്തിയുണ്ടാവുമെന്ന് ശ്രീകൃഷ്ണൻ ഉദ്ധവരുടെ ഉപദേശ ആരംഭത്തിൽ തന്നെ ഉദ്ധവരോട് അരുളി ചെയ്തു. ഹംസസ്വരൂപേണ അവതരിച്ച അങ്ങ് ബ്രഹ്മദേവനും സനകാദികൾക്കും ഉപദേശിച്ച ധർമ്മം വളരെ കാലം കഴിഞ്ഞതിനാൽ ഇപ്പോൾ സാമാന്യം നഷ്ടപ്രായമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യലോകത്തെ അവിടുന്ന് ഉപേക്ഷിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ധർമ്മത്തിൻ്റെ തത്വം ഉപദേശിച്ചു തരുവാൻ ആർക്കാണ് കഴിയുന്നത്? അതിനാൽ എല്ലാ ധർമ്മങ്ങളുടെയും അറിവുള്ള ആ ഭഗവാൻ തന്നെ നിഷ്കളങ്ക ഭക്തി ഉണ്ടാവാൻ കാരണമായ ധർമ്മത്തെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് ഉദ്ധവർ ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉദ്ധവൻ്റെ ആ അപേക്ഷയെ മാനിച്ച് ഭഗവാൻ മനുഷ്യർക്ക് പരമശ്രേയസ്സിന് ഹേതുവായ ധർമ്മത്തെ ഉപദേശിക്കാനായിട്ട് ആരംഭിച്ചു. വർണ്ണാശ്രമാചാരങ്ങളെ അനുഷ്ഠിച്ച് മേൽപോട്ട് കയറാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഭക്തി ജനിപ്പിക്കുന്നതും പരമപുരുഷാർത്ഥപ്രദവുമായകയാൽ ഇതിനുള്ള ഉത്തരം ഞാൻ പറയാമെന്ന് ഭഗവാൻ അരുൾ ചെയ്തു. ആദൗ കൃതയുഗേ വർണ്ണോ നൃണാം ഹംസ ഇതി സ്മൃത കൃതകൃത്യാ പ്രജാജാത്യാ തസ്മാത് കൃതയുഗം വിധു. 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആദ്യകാലത്തിൽ എന്നെ ഭജിക്കുന്നത് തന്നെ ആയിരുന്നു ആ മുഖ്യധർമ്മം. ആചാരക്രമം പിന്നെ ഉണ്ടായതാണ്. ആചാരലക്ഷണമായ ധർമ്മം ഭക്തിഹേതുവുമാകുന്നു. എന്നാൽ ആ സംഗതി വർണ്ണിക്കാൻ ഭവിക്കുന്ന ഭഗവാൻ കൃതയുഗ സംഗതിയെപ്പറ്റി പറയുന്നുണ്ട്. കൽപ്പാരംഭത്തിൽ എല്ലാവരുടെയും ചിത്തവൃത്തി നിർമ്മലമായിരുന്നതിനാൽ അന്നുണ്ടായിരുന്ന
ആ എല്ലാ മനുഷ്യർക്കും ഹംസവർണമായിരുന്നു എന്നാണ്. ജന്മം മുതൽക്ക് തന്നെ രാഗാദിമലിന വാസനകൾ അവർക്കില്ലായിരുന്നു. അതിനാൽ ചെയ്യേണ്ടുന്ന ധർമ്മം മാത്രം നടത്തുന്നവരായിരുന്നു. അതുകൊണ്ട് ആ കാലത്തിന് കൃതയുഗം എന്ന പേരുണ്ടായി. സ്വഭാവത്താൽ തന്നെ കൃതകൃത്യന്മാരായിരിക്കുന്ന ആ പ്രജകൾക്ക് എന്നും കൃതയുഗം തന്നെയാണ്. മനുഷ്യധർമ്മം ഭേദിക്കുന്നതിനെ അനുസരിച്ച് കാലത്തിന് ഓരോ പേരുകൾ നിശ്ചയിക്കുന്നതല്ലാതെ അപരിച്ഛേദ്യമായിട്ട് ഏകരീതിയിൽ എന്നും ഇരിക്കുന്ന കാലത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. കൃതയുഗത്തിൽ സത്വഗുണം അധികരിച്ചിരിക്കുന്ന ജീവന്മാരാണ് ശരീരം ധരിക്കുന്നത്. അതുകൊണ്ട് അവർ ജാത്യ അല്ലെങ്കിൽ ജന്മനാ തന്നെ കൃതകൃത്യന്മാരായി വരുന്നത് എന്ന സംഗതി സൃഷ്ടിക്രമത്തെ വിസ്തരിക്കുന്ന വേദഭാഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ജനങ്ങൾ കൃതാർത്ഥരായിരുന്നതുകൊണ്ട് അവർക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ധർമ്മങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. അവർക്ക് സമ്പാദിക്കേണ്ടതായിട്ടൊന്നുമില്ലായിരുന്നു. അതിനാൽ ഈ കർമ്മങ്ങൾ ഉപദേശിക്കുന്നവരും നടത്തുന്നവരുമായ വിധായകന്മാരും ഓരോ കാര്യങ്ങൾ സാധിക്കാൻ ഉപകരിക്കുന്ന കർമ്മങ്ങളും ഉണ്ടായിരുന്നില്ല. നാനാദേവതകളെ ആഹ്വാനം ചെയ്യുന്ന സൂക്തങ്ങളോ മന്ത്രങ്ങളോ ആവശ്യമുണ്ടാകാഞ്ഞതിനാൽ ശബ്ദബ്രഹ്മത്തിൻ്റെ സമഷ്ടി സ്വരൂപമായിരിക്കുന്ന പ്രണവം തന്നെ അന്നത്തെ വേദം കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വാക്യങ്ങളായിട്ട് പരിണമിച്ചിരുന്നിട്ടില്ല. മനോജയം എല്ലാവർക്കും ഉണ്ടായിരുന്നതിനാൽ മുഴുവൻ ജനങ്ങളും തപസ്സുള്ളവർ തന്നെയായിരുന്നു. മനസ്സച്ഛേന്ദ്രിയാണാം ച ഹൈകാഗ്രിയാം പരമം തപ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി ആത്മാവിൽ തന്നെ ഏകാഗ്രമായിട്ട് നിർത്തുന്നത് തപസ് എന്ന തപസ്സിൻ്റെ ലക്ഷണപ്രകാരം എല്ലാവരും ആത്മസ്വരൂപനായ എന്നെ ഭജിച്ചിരുന്നു. ആർക്കും യാതൊരു പാപവും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയുന്നു, ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ ഇച്ഛാസ്വരൂപമായ പ്രാണന്റെ സ്പന്ദന നിമിത്തം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഋക്ക് യജുസ് സാമം എന്ന 3 വിഭാഗങ്ങളോടുകൂടിയ വിദ്യയുണ്ടായി. അതാകുന്ന വേദം. അതിൽ നിന്ന് ഹോതാവ്, അധര്യു, ഉദ്ഗാതാവ് എന്ന 3 വിഭാഗങ്ങളുള്ള യാഗമുണ്ടായി. ആ യാഗസ്വരൂപൻ ഞാൻ തന്നെ എന്ന് യജ്ഞോ വൈ വിഷ്ണു എന്ന് ശ്രുതിയിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു എന്നാണ്. ഇനിയും പറയുന്നത് വർണ്ണങ്ങളുടെയും ആചാരങ്ങളുടെയും ലക്ഷണം. അതിനെ പറയാൻ വേണ്ടി അവയുടെ ഉൽപ്പത്തിയെപ്പറ്റി പറയുന്നുണ്ട്. വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തുടകളിൽ നിന്ന് വൈശ്യനും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി. അവരുടെ സ്വഭാവത്തിൽ ജനിക്കുന്ന ആചാരങ്ങൾ തന്നെ അവരെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളാണ്. ചരങ്ങളും അചരങ്ങളും അടങ്ങിയ ഈ ബ്രഹ്മാണ്ഡം ഈശ്വരൻ്റെ സ്ഥൂല ശരീരമാകുന്നു എന്നാണ്. ചരാചരങ്ങളുടെ ഉള്ളിൽ ജ്ഞാനരൂപേണ വിളങ്ങുന്ന ഈശ്വരനെ പ്രത്യക്ഷമായിട്ട് മാംസേക്ഷണങ്ങളാൽ കാണണമെങ്കിൽ അതിനുപകരിക്കുന്ന ഈശ്വരൻ്റെ സ്ഥൂല സ്വരൂപം ഈ ലോകമാകുന്നു എന്ന് സാരം. എന്ന് മാത്രമല്ല, വിവിധ രൂപേണ വിളങ്ങുന്നത് സകലവും ഏകനായ ഈശ്വരൻ തന്നെയാകയാൽ നാമരൂപാദികളടങ്ങിയ ഈ സർവപ്രപഞ്ചവും ഈശ്വര സ്വരൂപമാകുന്നു എന്ന് വിരാട് എന്ന പദത്തിൽ നിന്നും ധരിക്കണമെന്നാണ്. ഈ ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ ആചാരഭേദങ്ങൾ നിമിത്തം ലോകത്തിൽ 4 വിധം ജനസമുദായം ഉണ്ടായെന്നാണ്. കൃതയുഗത്തിൽ വർണ്ണഭേദമില്ല, സ്വഭാവഭേദമാണ് വർണ്ണഭേദത്തിനാസ്പദം. കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിലാണ് വർണ്ണഭേദം ഉണ്ടായി തുടങ്ങിയത്. ഇതിന് പ്രത്യക്ഷ കാരണം പറയുന്നത് ജനസമുദായം തന്നെയാണ്. എല്ലാറ്റിനും മഹാകാരണം ഈശ്വരനാകിയാൽ ഈ വർണ്ണഭേദങ്ങൾക്കും ഈശ്വരനെ ആ നിലയിൽ കാരണമാക്കി പറയാം.
അന്യർ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഭേദം അബ്രാഹ്മണനെ ബ്രാഹ്മണനായിട്ടോ ക്ഷത്രിയനല്ലാത്തവനെ ക്ഷത്രിയനായിട്ടോ മറ്റോ തീർക്കുന്നില്ല. വൃഥാഭിമാനത്താൽ ഓരോരുത്തരും ഉയർന്നവൻ താണവൻ എന്ന് സങ്കല്പിക്കുന്നു. യഥാർത്ഥമായ ഉയർച്ചയുടെയും താഴ്ചയുടെയും സ്വരൂപത്തെ ധരിക്കുന്നില്ല. ഈ തെറ്റായ ധാരണ നിമിത്തം ശ്രേഷ്ഠമായ ഹിന്ദുമതത്തെ ചിലർ നികൃഷ്ടമായോ ഓരോരുത്തരുടെ ഉയർച്ചയെ വിരോധിക്കുന്നതായോ ധരിക്കുന്നു. ഇങ്ങനെ ധരിക്കാനിടവരത്തക്കവണ്ണം മനുഷ്യരിൽ ചിലർ മറ്റു ചിലരെ താണവരെന്നും ഉയർന്നവരെന്നും നിശ്ചയിച്ചു പെരുമാറി വന്നു. മേൽപ്പറഞ്ഞ രീതിയിൽ ഈശ്വരൻ്റെ ഓരോരോ അവയവങ്ങളിൽ നിന്ന് ഓരോരോ ആശ്രമങ്ങളുണ്ടായി. ജഘനത്തിൽ നിന്നും ഗൃഹസ്ഥാശ്രമവും, ഹൃദയത്തിൽ നിന്നും ബ്രഹ്മചര്യവും, മാറിടത്തിൽ നിന്നും വാനപ്രസ്ഥവും, ശിരസിൽ നിന്ന് സന്യാസവും ഉണ്ടായി. ഉത്തമാവയവത്തിൽ നിന്നും ജനിച്ച വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഉത്തമത്വവും, നീചങ്ങളിൽ നിന്ന് ജനിച്ചവയ്ക്ക് നീചത്വവും ഉണ്ടായി. ഒരു ദേഹത്തിലെ എല്ലാ അവയവങ്ങളും ആവശ്യമുള്ളവയും ഒരുപോലെ ശ്രേഷ്ഠങ്ങളുമാകുന്നു. എങ്കിലും പ്രവൃത്തി സ്വഭാവത്താൽ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിന് ഉത്തമത്വവും നികൃഷ്ടത്വവും കൽപ്പിക്കപ്പെടുന്നതിനാൽ വർണ്ണാശ്രമങ്ങൾക്കും ഉത്തമ നീചഭാവം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശമോദമസ്തപശൗചം സന്തോഷക്ഷാന്തിരാർജവം മദ്ഭക്തിച്ഛുതയാസത്യം ബ്രഹ്മപ്രകൃതയസ്ത്വിമാ. സാമാന്യമായിട്ട് ബ്രാഹ്മണാദി ജാതികളെ വിവരിച്ചുവെങ്കിലും വേർതിരിച്ചറിയണമെങ്കിൽ വിശേഷജ്ഞാനം ആവശ്യമായിരിക്കാൻ അവരിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഗുണങ്ങളുടെ സ്വഭാവം വിവരിക്കുന്നുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 4നും കൂടിയുള്ള പേര് അന്ധഃകരണം എന്നാണ്. ഈ അന്ധഃകരണത്തെ ഒതുക്കുക എന്ന ഗുണത്തിന് ശമം എന്നു പേര്. നേത്രാദി ജ്ഞാനേന്ദ്രിയങ്ങളെയും വാക്ക് മുതലായ കർമ്മേന്ദ്രിയങ്ങളെയും ഒതുക്കുന്നതായ ദമം, തത്വചിന്തനം, ബാഹ്യമായും അഭ്യന്തരവുമായുള്ള ശുദ്ധി, കിട്ടിയതുകൊണ്ടുള്ള സന്തോഷം, അന്യർ അപരാധം ചെയ്താലും വിചാരപ്പെടാതിരിക്കുക, കപടമില്ലായ്മ, ഈശ്വരഭക്തി, ദയ, സത്യം, ഈ വക ഗുണങ്ങൾ ആരിൽ സ്വഭാവത്താൽ തന്നെ കാണപ്പെടുന്നുവോ അവർ ബ്രാഹ്മണരാകുന്നു. കൃതയുഗത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ശമാധി ഗുണങ്ങൾ ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ കുറഞ്ഞു വന്നതിനാൽ ചിലർക്ക് മാത്രമുള്ളതായിട്ട് കാണപ്പെട്ടു തുടങ്ങി. ആ ഗുണങ്ങളുള്ളവർ ഒരു ഭാഗമായി ചേർന്നു എന്നാണ്. ഇവർ മാത്രമാണ് അന്നുണ്ടായിരുന്ന ബ്രാഹ്മണർ. ക്ഷത്രിയ ഗുണങ്ങൾ പറയുന്നു. അന്യർക്ക് അവമാനിക്കാൻ കഴിയാത്തതായ ശക്തിവിശേഷം, അന്യരെ കീഴടക്കാനുള്ള സാമർഥ്യം, സന്താപം സഹിക്കാനുള്ള ധൈര്യം, യുദ്ധത്തിൽ ഭയമില്ലായ്മ, അറിവില്ലാത്തവർ തെറ്റു ചെയ്താലും അതിനെ പൊറുക്കുന്ന സ്വഭാവം, ധനാദികൾ ശേഖരിക്കുന്നതിന് അനുകൂലമായ വ്യാപാരം, നിശ്ചയിച്ചത് സാധിക്കുന്നതുവരെ സ്ഥിരമായ ഉത്സാഹം, ബ്രാഹ്മണഭക്തി, അതിക്രമിക്കുന്നവരെ ശാസിക്കാൻ സാമർഥ്യം, ഇവയാണ് ക്ഷത്രിയരുടെ ഗുണങ്ങളായിട്ട് കണ്ടിരുന്നത്. ഗുരുവാക്യത്തിലും ശാസ്ത്രവാക്യങ്ങളിലും വിശ്വാസം കൊടുക്കുന്നതിൽ താൽപ്പര്യം, വഞ്ചനയില്ലായ്മ, ബ്രാഹ്മണഭക്തി, ധനം എത്ര വർദ്ധിച്ചാലും തൃപ്തിയില്ലായ്മ, ഇവ വൈശ്യരുടെ പ്രകൃതികളായിട്ട് കാണുന്നു. ഇവരുടെ ചഞ്ചലാത്മകമായിരിക്കുന്ന രജോഗുണത്തിൻ്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെടുന്ന ഇവർ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്വഭാവത്തെ ജയിക്കാൻ വളരെ പ്രയാസമുള്ളതുകൊണ്ട് കച്ചവടം, കൃഷി, പശു പരിപാലനം മുതലായവ വൈശ്യരുടെ സ്വഭാവ ഗുണമാകുന്നുവെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. പിന്നെ അടുത്തത്, കപടം വിചാരിക്കാതെ ബ്രാഹ്മണരെ ശുശ്രൂഷിക്കുക, പശുക്കളെ പോറ്റി രക്ഷിക്കുക, ദേവന്മാരെ ആശ്രയിക്കുക, ക്ഷേത്രങ്ങളിൽ പരിചാരകന്മാരായിരിക്കുക എന്നീ പ്രവൃത്തികളാൽ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക, ഇത് ശൂദ്രരുടെ സ്വഭാവമായിട്ട് കാണുന്നു. ഇവരിൽ രജോഗുണം വളരെ കുറഞ്ഞും തമസ് വർദ്ധിച്ചുമിരിക്കുന്നതിനാൽ ഇവർ മനുഷ്യവർഗത്തിൽ തന്നെ താണനിലയിൽ ഗണിക്കപ്പെട്ടിരുന്നു.
അതുകൊണ്ട് ഇവർ വിരാട് പുരുഷന്റെ കാലുകളിൽ നിന്നും ജനിച്ചവരായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ മേൽപ്പറഞ്ഞ 4 വർഗത്തിലും ക്രമേണ ഉത്കൃഷ്ട ഗുണങ്ങൾ കാണപ്പെടുമെന്നതിനാൽ ഇവരെ അന്യോന്യ സഹവാസത്തിന് കൊള്ളാവുന്നവരായിട്ട് തന്നെ ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. പിന്നെ ഇതിൽ നിന്നുണ്ടാണവരുണ്ട്. അവരെ വളരെ നികൃഷ്ട നിലയിലായിരിക്കുന്നതിനാൽ 5ാമത്തെ ഒരു സംഘമായിട്ട് കൽപ്പിച്ചും മറ്റുള്ളവരെ ഈ സംഘത്തിൽ ചേരരുത് എന്ന് വളരെ ശാസിച്ചും കൊണ്ട് പഞ്ചമന്മാരുടെ നിന്ദ്യഗുണങ്ങൾ വിവരിക്കുന്നു. ഈ മുകളിൽ ഈ പറഞ്ഞ 5 വക ഗുണങ്ങളുള്ളവരെ 5 കക്ഷികളായിട്ട് പൂർവാചാര്യന്മാർ നിശ്ചയിച്ചു. അതനുസരിച്ച് പ്രായേണ ഈ ഗുണങ്ങൾ ഉണ്ടായി വരാൻ അധികം അവകാശമുള്ളതുകൊണ്ട് പാരമ്പര്യക്രമത്തെ അനുസരിച്ച് ഗുണം നിമിത്തം നിശ്ചയിച്ച വർണ്ണവിഭാഗം സ്ഥൂലദേഹത്തെ അടിസ്ഥാനമാക്കി ആചരിക്കാൻ തുടങ്ങി. വർണ്ണങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായി പറഞ്ഞതിന് ശേഷം ആശ്രമധർമ്മങ്ങളെ പറ്റിയാണ് പിന്നെ പറയുന്നത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യരാകുന്ന 3 വർണ്ണത്തിൽപ്പെട്ടവർക്കും ഉപനയന സംസ്കാരത്തിന് അർഹതയുണ്ട്. ഉപനയനം കഴിഞ്ഞാൽ ബ്രഹ്മചാര്യാശ്രമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നീട് ഗുരുകുലത്തിൽ താമസിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിയവനായിട്ട് വേദം പഠിക്കണം. മുഞ്ചപ്പുൽ മേഖല, കൃഷ്ണമൃഗത്തോല്, ദണ്ഡ്, കമണ്ടലു, ജപമാല എന്നിവ ധരിച്ചും കൊണ്ടും ശരീരാഭിമാനം വളരത്തക്ക വിധത്തിലുള്ള വസ്ത്രം, അലങ്കാരം മുതലായവയെ വർജിച്ചുകൊണ്ടും ജീവിക്കണം എന്നാണ്. സ്നാനം, ഹോമം, ജപം, ഭോജനം എന്നിവ മൗനത്തോടെ ചെയ്യണം. ബ്രഹ്മചാരി ഒരിക്കലും വീര്യം നഷ്ടപ്പെടാനിടവരാത്ത വിധത്തിൽ ജീവിക്കണം. അഗ്നി, ഗുരു, സൂര്യൻ, ബ്രാഹ്മണൻ, പശുക്കൾ, ഗുരുഭൂതന്മാർ, ദേവന്മാർ, വൃദ്ധന്മാർ ഇവരെ നിത്യവും ഉപാസിക്കണം. പ്രാതസന്ധ്യയ്ക്കും സായം സന്ധ്യയ്ക്കും മൗനമായിരുന്ന് സന്ധ്യാവന്ദനാദിക്രിയകൾ ചെയ്യണം. ഗുരുവിനെ എപ്പോഴും ഈശ്വരഭാവത്തിൽ ബഹുമാനിക്കണം. അങ്ങനെ വിദ്യാഭ്യാസം കഴിയുന്നതുവരെ ഗുരുശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ബ്രഹ്മചാരി ഉപകുർവാണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രഹ്മലോകപ്രാപ്തിയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദപാരായണവുമായി കഴിയണം. അദ്ദേഹത്തെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയും. അഗ്നിയിലും ഗുരുവിലും ആത്മാവായ തന്നിലും സകല ജീവജാലങ്ങളും പരമാത്മാവായ ഭഗവാനെ ഭേദഭാവനയില്ലാതെ ഉപാസിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ്. നൈഷ്ഠിക ബ്രഹ്മചാരികൾ അങ്ങനെയാണ്. പിന്നെ സ്ത്രീകളെ നോക്കൽ, സ്പർശിക്കൽ, അവരോട് സംസാരിക്കൽ, തമാശ എന്നിവയെ ബ്രഹ്മചാരി സമ്പൂർണമായി വർജിക്കണം. ശൗചമാചമനം, സ്നാനം, സന്ധ്യാവന്ദനം, നിഷ്കപടത, തീർത്ഥസേവ, ജപം, എല്ലാ ജീവജാലങ്ങളിലും പരമാത്മസ്വരൂപത്തെ കാണൽ, മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും അടക്കൽ, ഇവ 4 ആശ്രമത്തിൽപ്പെട്ടവരും ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയും അവശ്യം അനുഷ്ഠിക്കേണ്ടവയാണെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ നൈഷ്ഠികനായി ജീവിക്കുന്ന ബ്രഹ്മചാരി ജ്ഞാനം കൊണ്ട് അഗ്നിയെപ്പോലെ തേജസ്വിയായിത്തീരുന്നു. തീവ്രമായ ആ തപസ്സിനാൽ മനസ്സിലെ കർമ്മവാസനകൾ നശിച്ച് ഭക്തി വളരുന്നു, മുക്തനായിത്തീരുകയും ചെയ്യും. പിന്നെ പറയുന്നുണ്ട്, ബ്രഹ്മചാരി ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദ്യാഭ്യാസത്തിന് ശേഷം വേദമൊക്കെ പഠിച്ച് സ്വരൂപം മനസ്സിലാക്കലാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ട ആ ഒരു പ്രയോജനം. അതിനുശേഷം ഗുരുവിന് ദക്ഷിണ നൽകി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി ബ്രഹ്മചര്യവ്രതം അവസാനിപ്പിക്കുന്ന സ്നാനം ചെയ്യണമെന്നാണ്. പിന്നെ പറയുന്നുണ്ട്, യാഗം ചെയ്യിക്കണമെങ്കിൽ ചെയ്യാൻ ആൾ വേണം. എങ്കിൽ ശിലം കൊണ്ട് ഉപജീവനം കഴിക്കണം. കൊയ്ത്ത് കഴിഞ്ഞ ശേഷം വയലിൽ വീണ് കിടക്കുന്ന ധാന്യം ശേഖരിച്ചു കൊണ്ടുവന്ന് അതുകൊണ്ട് ആഹാരം കഴിക്കലാണ് ഈ ശിലം എന്ന് പറയുന്നത്. ബ്രാഹ്മണന്റെ ശരീരം തുച്ഛങ്ങളായ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. ഈ ലോകത്തിൽ തീവ്രമായ തപസ് ചെയ്യാനും മരണാനന്തരം ശാശ്വതമായ സുഖപ്രാപ്തിക്കും വേണ്ടിയുള്ളതാണെന്ന് പറയുന്നു.
അങ്ങാടിയിൽ വീണ് കിട്ടുന്ന ധാന്യങ്ങളെ കൊണ്ട് വന്ന് ഉപജീവനം നിർവഹിക്കലാണ് ഉഞ്ചം. ഉഞ്ചവൃത്തി കൊണ്ടും ശിലമെന്ന വൃത്തി കൊണ്ടും ആഹാരാദികൾ നിർവഹിക്കുകയും ധർമാചരണത്താൽ മനസ്സിനെ നിർമ്മലമാക്കി തീർക്കുകയും ആസക്തിയെ കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ബ്രാഹ്മണൻ ഗൃഹസ്ഥ ജീവിതത്തിലിരുന്നു കൊണ്ട് തന്നെ മനഃശുദ്ധിയും അതുവഴി ജ്ഞാനവും സമ്പാദിച്ച് മുക്തനായിത്തീരുന്നു എന്ന് ഭാഗവതം പറയുന്നു. ബ്രാഹ്മണന് തൻ്റെ ധർമാചരണത്തിന് തീരെ സൗകര്യമില്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ വൈശ്യവൃത്തിയാകുന്ന കച്ചവടത്തിനോ ക്ഷത്രിയധർമ്മമാകുന്ന സൈനിക ജീവിതമോ കൊണ്ട് ആപത്ത് തീരുന്നതുവരെ ജീവിക്കാം. ക്ഷത്രിയനും ആപത്തിലക്കപ്പെടുകയാണെങ്കിൽ നായാട്ടുകൊണ്ടോ ബ്രാഹ്മണ വൃത്തിയാകുന്ന അധ്യാപനം, വൈശ്യവൃത്തിയാകുന്ന വ്യാപാരം എന്നിവ കൊണ്ടോ ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതുവരെയൊക്കെ ജീവിക്കാമെന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും ആപത്തുകാലത്ത് പോലും നീചസേവ ചെയ്യരുത്. ധർമാചരണത്തിന് പ്രതികൂലമായ പരിതസ്ഥിതിയിൽ വൈശ്യന് ശൂദ്രവൃത്തിയാകുന്ന ശുശ്രൂഷ സ്വീകരിക്കാം. ശൂദ്രനും ആപത്കാലം കഴിയുന്നതുവരെ പായനെയ്ത്ത്, മരപ്പണി മുതലായതുകൊണ്ട് ഉപജീവനത്തെ സമ്പാദിച്ച് ജീവിക്കാം. എല്ലാം ആവൽക്കാലം കഴിഞ്ഞാൽ പിന്നീട് മറ്റു വർണ്ണത്തിൽപ്പെട്ടവരുടെ ധർമ്മമോ ഉപജീവനമാർഗമോ സ്വീകരിക്കരുത്. വേദപാരായണം കൊണ്ട് ഋഷികളെയും, തർപ്പണം കൊണ്ട് പിതൃക്കളെയും, ഹോമം കൊണ്ട് ദേവന്മാരെയും, ആഹാരം നൽകിക്കൊണ്ട് മൃഗപക്ഷികളായ ഭൂതങ്ങളെയും, അതിഥി സൽക്കാരം കൊണ്ട് മനുഷ്യരെയും ഗൃഹസ്ഥൻ ദിവസേന ആരാധിക്കണം. ഋഷികൾ, പിതൃക്കൾ, ദേവന്മാർ, ഭൂതങ്ങൾ, മനുഷ്യർ എന്നിവരാണ് പഞ്ചയജ്ഞ ദേവതകൾ. അവരെ ഈശ്വരസ്വരൂപികളായിക്കൊണ്ട് ദിവസേന ആരാധിക്കണം. ഇതാണ് ആ പഞ്ചയജ്ഞം എന്ന് പറയുന്നത്. യാദൃച്ഛികമായി കിട്ടുന്നതോ ധാർമ്മിക മാർഗത്തിൽ കൂടി സമ്പാദിച്ചതോ ആയ ധനം കൊണ്ട് യജ്ഞങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ ശരീരത്തിൽ ഞാനെന്നും ഭാര്യാപുത്രൻ, ബന്ധുക്കൾ എന്നിവരിൽ എൻ്റേതെന്നുമുള്ള ഭാവവും കുറഞ്ഞു വരും. ഇങ്ങനെ ഗൃഹസ്ഥ ധർമ്മത്തിലൂടെ ഈശ്വരനായ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ക്രമേണ ഭക്തിയും വൈരാഗ്യവും വളർന്നു വരും. ഗൃഹസ്ഥ ജീവിതത്തിൽ വൈരാഗ്യം വന്നാൽ വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാം. വേണ്ടത്ര പാകത വന്നു എങ്കിൽ സന്യസിക്കുകയും ചെയ്യാം. സകല കർമ്മഫലങ്ങളിലുമുള്ള ഉറച്ച വൈരാഗ്യമാണ് സന്യാസിക്കാനുള്ള ആ പാകത. പിന്നെ പറയുന്നു അവസാനത്തെ ശ്ലോകത്തിൽ, ഏവം ഗൃഹാശയാക്ഷിപ്തഹൃദയോ മൂഢധീരയം അതൃപ്തസ്താനനുധ്യായൻ മൃദോന്ധം വിശദേതമ. അങ്ങനെ മുൻ വിവരിച്ച രീതിയിൽ ഗൃഹപുത്രാദികളിൽ ആഗ്രഹം നിമിത്തം മനഃചാഞ്ചല്യം എപ്പോഴും ഉണ്ടാവും. അതിനാൽ പരമാർത്ഥജ്ഞാനം ആ മനസ്സിൽ ഉറയ്ക്കുകയില്ല. വിഷയത്തിലും തൃപ്തിയില്ല. പുത്രാദികളെ പറ്റിയുള്ള ചിന്ത വിട്ടുപോകാതിരിക്കുന്ന ഈ അവസരത്തിൽ ശരീരനാശമടുത്ത് പുത്രാദികളെ വിട്ടുപോകേണ്ടതായി വരുന്നു. അന്ത്യകാലത്തിലും സംസാരചിന്ത മുറുകി വരികയാൽ നരകം പ്രാപിക്കേണ്ടതായി വരുന്നു. ഇങ്ങനെ അത്യാസക്തി നിമിത്തം ജനനമരണബന്ധത്തിൽ നിന്നും വിട്ടുപോകാതെ വീണ്ടും ഇതിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും. അതിനാൽ ഏതൊരുത്തൻ ഗ്രഹത്തിൽ ഇരിക്കുന്നുവെങ്കിലും അവരിൽ അത്യാസക്തി കൂടാതെ ഈശ്വരനായ ഭഗവാനിൽ സ്വധർമ്മത്താൽ ആരാധിക്കുന്നുവോ, ആ ഭഗവാനെ ആരാധിക്കുന്നുവോ അവനാണ് ആശ്രമധർമ്മം നന്നായി അറിഞ്ഞവൻ. ഏതാശ്രമത്തിലിരുന്നാലും ഇങ്ങനെ ഈശ്വരനെ ഭജിക്കേണ്ടത് മുറയാകുന്നു. ഇങ്ങനെ പ്രവൃത്തി മാർഗത്തിലിരുന്നു കൊണ്ട് നിവൃത്തി മാർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ഉപായമായിട്ടാണ് ആശ്രമങ്ങളെയും അവയുടെ ധർമ്മങ്ങളെയും നിയമിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ വികൃതേ സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരേ ഗുരുവായൂരപ്പാ ശരണം. കൃഷ്ണ.